നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയില്ല, സഹോദരങ്ങൾക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ കൊട്ടിയം തഴുത്തല സ്വദേശി രഞ്ജിത്ത് അറസ്റ്റിൽ. ഓടകൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. അഞ്ചലേരൂർ കാഞ്ഞുവയലിലാണ് സംഭവം. ഓടകളിലേക്കുള്ള പൈപ്പുകൾ നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശം. പില്ലർ എലിവേറ്റഡ് ഹൈവേ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലേക്ക് നീട്ടണമെന്ന ആവശ്യം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സായാഹ്ന ധർണ. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. വിശദമായ വാർത്തകളിലേക്ക്. സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ച യുവാവ് പിടിയിൽ. കൊട്ടിയം തഴുത്തല സ്വദേശി രഞ്ജിത്താണ് അറസ്റ്റിലായത്. പുതുച്ചിറ സ്വദേശികളായ സഹോദരങ്ങളെയാണ് ഇയാൾ മർദ്ദിച്ചത്. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് യുവാവിനെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 7-നായിരുന്നു സംഭവം. തന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയില്ല എന്ന വൈരാഗ്യത്തിലാണ് സഹോദരങ്ങളെ മർദ്ദിച്ചത്. തഴുത്തല പുതുച്ചിറ കുന്നുംപുറത്ത് വീട്ടിൽ വട്ടോളി എന്ന് വിളിക്കുന്ന 34-കാരനായ രഞ്ജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. പുതുച്ചിറ സ്വദേശികളായ അഖിൽ, അക്ഷയ് സഹോദരങ്ങളെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് രഞ്ജിത്ത് വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഇയാളെ പിടികൂടിയത്. പുതുച്ചിറയിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്ത് നേരത്തെ കാപ്പ കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ്. SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പില്ലർ എലിവേറ്റഡ് ഹൈവേ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലാലാജി ജംഗ്ഷൻ മുതൽ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ നിർമ്മിക്കുന്ന പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ ദൈർഘ്യം താലൂക്ക് ആശുപത്രി വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് സായാഹ്ന ധർണ നടത്തിയത്. പില്ലർ എലിവേറ്റഡ് ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു സായാഹ്ന ധർണ. CR മഹേഷ് MLA ധർണ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ നിരന്തരമായ പ്രക്ഷോഭം, പോരാട്ടം, പരാതികൾ, ചർച്ചകൾ, സെമിനാറുകൾ, അങ്ങനെയാണ് ഈ ഓപ്പൺ ഫ്ലൈ ഓവർ കോട്ട പോലെയുള്ള മതിലിൽ നിന്നും ഓപ്പൺ ഫ്ലൈ ഓവർ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അറിയുന്നത് ഏറ്റവും വലിയ സങ്കടം മഹാദേവർ അമ്പലത്തിൻ്റെ അടുത്ത് വരെയാണ് എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും KC വേണുഗോപാൽ MP ആയി വന്നു. അദ്ദേഹവും ഇടപെട്ടു പല ഘട്ടങ്ങളിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത്. ഇവിടെ വരെ എത്തിയപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് താലൂക്ക് ആശുപത്രി ധർമാശുപത്രി എന്നാണ് അറിയപ്പെടുന്നത്. ജില്ലാ ആശുപത്രിയായി എന്നേ ഉയർത്തപ്പെടേണ്ടുന്ന ആശുപത്രിയാണ്. രാവിലെ 1200-1300 സാധാരണക്കാരാണ് ക്യൂ നിന്ന് വിവിധ ഡോക്ടർമാരെ കാണാൻ ഇവിടെ എത്തുന്നത്, ചികിത്സയ്ക്കായി വരുന്നത്. സാധാരണ താമസമെടുത്താലും സമയമെടുത്ത് ചികിത്സിക്കേണ്ടുന്ന അസുഖങ്ങൾക്ക് വരുന്നു. അല്ലാതെ വളരെ പെട്ടെന്ന് അപകട മരണങ്ങൾ, ചീറിപ്പായുന്ന ആംബുലൻസുകൾ, അങ്ങോട്ട് പോകുന്ന ആംബുലൻസുകൾ, ശരീരം കുഴഞ്ഞു വീണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ദേശീയപാതയുടെ സമീപം വണ്ടാനം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഈ കരുനാഗപ്പള്ളി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയാണ്. നഗരസഭാ ചെയർമാൻ P. സോമരാജൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KJ പ്രസേനൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ദീപാചന്ദ്രൻ, നജീബ് മണ്ണേൽ, നഗരസഭാ മുൻ ചെയർമാൻ M. അൻസാർ, KJ മേനോൻ, നിജാം ബഷി, PB സത്യദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓടകൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. അഞ്ചൽ ഏരൂർ കാഞ്ഞുവയലിലാണ് സംഭവം. ഇതേ തുടർന്ന് ഓടകളിലേക്കുള്ള പൈപ്പുകൾ നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകി. മഴവെള്ളം വീഴുന്ന പോയിട്ട് എങ്ങനെ അറിയും? എവിടെ വിടും?
വേറൊന്നും വേണ്ട. മേളിൽ പൈപ്പിൽ നിന്നിട്ട് മഴവെള്ളം പോകുന്നത് താഴത്തെ അടച്ചിട്ടാണ്. അതർത്ഥം ഈ പൈപ്പ് അടയ്ക്കരുത്. ഈ പൈപ്പ് മഴവെള്ളം പോകുന്ന പൈപ്പാണ്. അഞ്ചൽ ഏരൂർ കാഞ്ഞുവയലിലാണ് ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത്. മഴക്കാലത്ത് മലിനജലം വീടുകളിലേക്കും കടകളിലേക്കും ഒഴുകിയെത്തുന്നത് പതിവായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയത്. ഇതേ തുടർന്ന് കാഞ്ഞുവയൽ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ പഞ്ചായത്തിന് പരാതി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീണിന്റെ ഇടപെടലിലാണ് KSTP അധികൃതർ നിലവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ പള്ളി കമ്മിറ്റിയും നാട്ടുകാരും കൂടെ ചേർന്നൊരു പരാതി തന്നിരുന്നു നമ്മുടെ ഈ കാഞ്ഞുവയൽ ഓടയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാൻ കയറി ഉടൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഞ്ചൽ AE വിളിച്ചപ്പം PWD AE വിളിച്ചപ്പോൾ പറഞ്ഞ് അതിവിടെ അല്ല, റോഡ് മെയിൻ്റെനൻസുമാണ്. അങ്ങനെ ഞാൻ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സ്ലാബ് തുറന്നപ്പം ഹോട്ടലിലെയും 2-3 വീടുകളിലെയും പൈപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം അടിയന്തരമായിട്ട് അവർക്ക് പഞ്ചായത്തിൽ നിന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട്. നാളെ ഒരു ദിവസം സമയം കൊടുത്തിട്ട് അത് അടച്ചിട്ട് മാത്രമേ നമ്മൾ ഓട സ്ലാബ് ഇടത്തുള്ളൂ. അപ്പം ഇതൊരു താക്കീതായിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പഞ്ചായത്ത് സമിതിയിൽ നിന്ന്. ഇനി അവർ ആവർത്തിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ കാഞ്ഞുവയൽ പ്രദേശക്കാരുടെ എല്ലാം കൂടെ ഒരു പ്രശ്നമായിരുന്നു. ശാശ്വത പരിഹാരം അതിന് കാണാൻ സാധിച്ചു. ഓടയുടെ സ്ലാബുകൾ നീക്കം ചെയ്തപ്പോഴാണ് സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും നേരിട്ട് മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നത് കണ്ടത്. ഓടയിലേക്ക് അനധികൃതമായി പലരും പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്ന ഹോട്ടൽ ശുചിമുറി മാലിന്യങ്ങളാണ് ദുർഗന്ധത്തിന് കാരണമാകുന്നത്. ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് പ്രദേശത്തെ ജലസ്രോതസ്സുകളെ പോലും മലിനമാക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാഞ്ഞുവയൽ പത്തടി പ്രദേശത്ത് കാഞ്ഞുവയൽ PWD ഓടയിലെ ദുർഗന്ധം കാരണം ഏരൂർ മുസ്ലിം ജമാഅത്ത് PWDക്കും പഞ്ചായത്തിനും കൊടുത്ത പരാതി, ആ പരാതി നാളിതുവരെയായിട്ട് ശ്രദ്ധയിൽ പെട്ടില്ലയോ. ഇന്നേ ദിവസം PWD പഞ്ചായത്ത് ഇവിടെ എത്തുകയും അവർ ഓടയുടെ സ്ലാബുകൾ മാറ്റിയപ്പോൾ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള അസഹനീയമായ ദുർഗന്ധവും, ഓടയെ നോക്കിയപ്പോൾ ടോയ്ലറ്റ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഈ ഓടയിൽ വരികയും അത് PWD പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ നീക്കം ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്തും PWDയും വീടുകളിൽ നിന്നും ഹോട്ടലിൽ നിന്നും ഒക്കെ ഉള്ള വേസ്റ്റ് പൈപ്പ് ഈ ഓടയിലേക്ക് വന്നിട്ടുണ്ട്. അതും ഭാവിയിൽ അതുണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തണമെന്ന്. ഓടകളിലേക്ക് മലിനജലം ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. സ്വകാര്യ വ്യക്തികൾ ഓടയിലേക്ക് ഇറക്കി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾ അടിയന്തരമായി നീക്കം ചെയ്യണം. അല്ലാത്തപക്ഷം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കടയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം പ്രകടനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സായാഹ്ന പ്രതിഷേധ ധർണ്ണ നടക്കുകയാണ്. അതിന് ആസ്പദമായ കാര്യങ്ങൾ ഇതിന്റെ നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനമല്ല കേരളം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ആ കേന്ദ്ര ബജറ്റ് വന്നിട്ടുണ്ട്. കേരളത്തിന് യാതൊരു ആനുകൂല്യമില്ലാതെ കേരളത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട്, അതായത് കളിയാക്കുന്ന രൂപത്തിൽ ഇവിടെ എയിംസിന്റെ കാര്യം പറഞ്ഞു, അതിവേഗ പാത വരും, വ്യവസായ പാർക്കുകൾ വരും. നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിമാരെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷേ നമ്മളെല്ലാം വളരെ സ്വപ്നം കണ്ടിരുന്നു. കേന്ദ്ര ബജറ്റ് വരും, ഇവിടെ എയിംസ് ഉണ്ടാവും, ഇവിടെ അതിവേഗ പാതയുണ്ടാവും, ഇവിടെ വ്യവസായ പാർക്കുകൾ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിലുണ്ടാവും. പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ കേരളത്തെ ആമ വളർത്തൽ കേന്ദ്രത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിനെ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര ധനമന്ത്രി നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ വിട്ടുതുളച്ച് ഭരണം നടത്തുന്ന നരേന്ദ്രമോദി വികസന പ്രവർത്തനങ്ങളെല്ലാം BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നു.
BJP ഇതര സ്റ്റേറ്റുകളിലേക്ക് ഫണ്ടുകൾ വെട്ടിക്കൊണ്ട് ഇന്ന് രാജ്യവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റിനെതിരെ വൈകുന്നേരം പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കേന്ദ്രത്തിൽ ഈ ഗവൺമെൻറ് ഇവിടെ ആമയെ വളർത്തിക്കോളാം, കേരളത്തിലുള്ളവരെല്ലാം ആമയെ വളർത്തി ജീവിച്ചോളാം എന്നുള്ള പ്രഖ്യാപനമാണ് കേന്ദ്ര ബഡ്ജറ്റിലുണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ഈ രീതിയിൽ പടുത്തുയർത്തിയത് മുൻഗണനാ നേതൃത്വമുള്ള ഗവൺമെൻറ്റുകളാണ്. ആ ഗവൺമെൻറ്റുകൾ പടുത്തുയർത്തിയ സ്ഥാപനങ്ങളെല്ലാം വിട്ടുതുറയ്ക്കുന്ന പ്രവൃത്തിയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ ബാബുരാജൻ, സാം വർഗീസ്, ജി വിനോദ് കുമാർ, വത്സല സതീശൻ, AK പ്രസന്നകുമാർ, ജോൺ ഡാനിയൽ, M ജയശങ്കർ, പെരുമ്പുഴ ഗോപൻ, പെരിനാട് മുരളി, കുണ്ടറ സുബ്രഹ്മണ്യം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചവറയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. കൊല്ലം ജില്ലയിലെ വൈദ്യുത ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 വർഷം മുമ്പ് ഒരു ചുഴലിക്കാറ്റ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ചവറ മേഖലയാണ്. ഒറ്റ സെഷനെയും പോലും വിട്ടില്ല. ശക്തികുളങ്ങര, അതുപോലെ ചവറ, പന്മന, തേവലക്കര, ഈ എല്ലാ സെഷനെയും ബാധിച്ചുകൊണ്ട് പോയപ്പോൾ ഓരോ ജനങ്ങളും അവരുടെ 5 ദിവസം 6 ദിവസം വൈദ്യുതി മുടങ്ങി. ആ പ്രശ്നം അതൊന്ന് പൂർണ്ണമായിട്ട് റിസ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരാഴ്ചയോളം എടുത്തു. അപ്പോൾ ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു. അപ്പോഴാണ് ഈ വൈദ്യുതിയുടെ ഡിപ്പെൻഡൻസി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തേവലക്കരയിൽ ഒരു വീട്ടിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മിക്സിയിൽ അടിച്ചിട്ട് റൈസ് സ്റ്റോപ്പ് വഴിയാണ് ഫീഡ് ചെയ്യേണ്ടത്. ആ പ്രദേശത്തെങ്ങും കറണ്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം അതിനൊരു പകരം സംവിധാനം വേറൊരിടത്ത് പല വീടുകളിലും ഓക്സിജൻ കോൺസെൻട്രേറ്റിലായിരുന്നു വീടുകൾ പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്നത്. ഇത് ഓക്സിജൻ കോൺസെൻട്രേറ്റ് വർക്ക് ചെയ്യാനുള്ള വൈദ്യുതിയില്ല. ഇങ്ങനെ പല വിഷയങ്ങൾ വന്നു. ഇത് ഒറ്റയടിക്ക് പോയപ്പോഴത്തേക്കും ഇത് റിസ്റ്റോർ ചെയ്യാനുള്ള വസ്തു നമ്മൾ തൊട്ടടുത്ത ജില്ലകളിൽ കുട്ടനാട് നിന്ന് വരെ സ്റ്റാഫിനെ ഇറക്കിയിട്ടാണ് ചില ദിവസം കൊണ്ട് സമയബന്ധമായിട്ടത് തീർക്കാൻ പറ്റിയത്. എങ്കിലും ഈ വൈദ്യുതിയുടെ ഒരു ഡിപ്പെൻഡൻസിയുടെ ആഴം ഞാൻ പറയുകയായിരുന്നു. ഇത്രത്തോളം അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണിത് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ, പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കി തേവലക്കരയിലായിരുന്നു. അപ്പോൾ തേവലക്കരയിലൊക്കെ ശരിക്കും അന്നത്തെ ശരിക്കും ഉറങ്ങാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളൂ. അടുത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ അത്രത്തോളം സേവന പ്രവർത്തനങ്ങൾ അതുമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ആ 5, 6, 7 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും റിസ്റ്റോർ ചെയ്യാൻ പറ്റിയത്. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സിന്ധുരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹി ദീപാവിസ് വിശദീകരണം നടത്തി. മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതീവ അതിന്റെ നിലവാരം വളരെയധികം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അങ്ങനെ കരുതുമ്പോൾ തന്നെ നമ്മുടെ സേവനം എത്രത്തോളം മെച്ചപ്പെട്ടതാകണം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് വിലയിരുത്തി പോകണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സേവനങ്ങളെ കുറിച്ച് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള എന്തെങ്കിലും ധാരണകൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും ഇത്തരം പരിപാടികൾ നടത്തുന്നുണ്ട്. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചവറ സെക്ഷൻ ഓഫീസിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ബജറ്റിൽ തുക അനുവദിപ്പിച്ച MLA അരുൺ സി ആദരിച്ചു. KCB വർക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് വി, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജയ്, അനിൽ പ്രസാദ് S, അൻവർ സാദത്ത്, കൃഷ്ണചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അമ്മയുടെ മരണത്തെ തുടർന്ന് അനാഥരായ ഭിന്നശേഷിക്കാരായ യുവതികൾക്ക് ഇനി ചാത്തന്നൂർ കരുണാലയം തണലാകും. പന്മന, കണ്ണൻകുളങ്ങര സ്വദേശികളായ ലത, സംഗീത എന്നിവരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. കണ്ണുനീരോടെയാണ് ഇവരെ നാട്ടുകാർ യാത്രയാക്കിയത്. അമ്മ മരിച്ചതിനെ തുടർന്ന് തീർത്തും അനാഥരായ പന്മന, കണ്ണൻകുളങ്ങര, വല്ലൂർ വീട്ടിൽ ലത, സംഗീത എന്നിവരെയാണ് ചാത്തന്നൂർ കരുണാലയം ഏറ്റെടുത്തത്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാത്ത ഇവരെ 75-കാരനായ അച്ഛന് സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ പൂർണ്ണമായി ഒറ്റപ്പെട്ടത്. ഇവർ 2 ഭിന്നശേഷി കുട്ടികളായിരുന്നു. 43 വയസ്സുള്ള 42 വയസ്സുള്ള സംഗീത എന്ന മറ്റൊരു കുട്ടിയായിരുന്നു. ഇവരെ അമ്മ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഞാനും നെറ്റിയാട്ട് ഒരു സമിതി റാഫിയും
ഷംന റാഫിയൊക്കെ പല പ്രാവശ്യം വന്ന് ഈ അമ്മയോട് ആവശ്യപ്പെട്ടു ഈ മക്കളെ നമുക്ക് എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കാം. പക്ഷേ ആ മാതൃഹൃദയം അതിന് അനുവദിച്ചില്ല. അങ്ങനെ ഈ തൊട്ടടുത്ത ദിവസം വാർദ്ധക്യ സഹജവും അസുഖവുമായി ആ അമ്മ മരണപ്പെട്ടു. അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ തികച്ചും അനാഥരായി. ഇവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, സംസാരിക്കില്ല. ഇവരുടെ ഭാഷ മനസ്സിലാകുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. കുട്ടികളുടെ വിഷയം പഞ്ചായത്ത് മെമ്പറും പന്മന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ഷംനായ എന്നെ അറിയിച്ചതനുസരിച്ച് ഒട്ടനവധി സ്ഥാപനങ്ങളെ സമീപിച്ചു നോക്കി. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കുന്ന സ്ഥാപനങ്ങൾ വിരളമാണ്. അങ്ങനെയാണ് ചാത്തന്നൂർ പ്രവർത്തിക്കുന്ന കരുണാലയം എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ദീപ്തി സിസ്റ്റർ ഈ കുട്ടികൾക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എറ്റിയാട്ട് പൗരസമിതിയുടെയും സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മയുടെ എല്ലാം നേതൃത്വത്തിൽ വാർഡ് വൈസ് പ്രസിഡന്റ് പന്മന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫിയിൽ നിന്ന് രേഖകൾ കൈമാറി ഇന്ന് ഞങ്ങളെ ഈ കുട്ടികളെ ഏറ്റെടുത്ത് ചാത്തന്നൂരുള്ള സ്ഥാപനത്തിലെത്തിക്കുകയാണ്. 43-കാരിയാണ് ലത. സംഗീതയ്ക്ക് 38 വയസ്സാണ് പ്രായം. ഇവരുടെ ദയനീയാവസ്ഥ പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ദിഖ് മംഗലശ്ശേരിയെ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്നാണ് ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരുണാലയത്തിന്റെ ഡയറക്ടർ സിസ്റ്റർ ദീപ്തി ഇവരെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചത്. ആവശ്യമായ രേഖകൾ ഷംന റാഫിയിൽ നിന്നും സിദ്ദിഖ് മംഗലശ്ശേരിക്ക് കൈമാറി. നെറ്റിയാട്ട് പൗരസമിതി പ്രസിഡന്റ് റാഫി, സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മ കോർഡിനേറ്റർ ഷിനാജ്, പ്രദേശവാസികൾ എന്നിവർ ഇവരെ ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. KSTയുടെ നേതൃത്വത്തിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് മാതൃകാ പരീക്ഷ നടത്തി. ജില്ലാതല ഉദ്ഘാടനം ചവറ GHSൽ നടത്തി. രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. CM കിഡ്സ് LSS USS മാതൃകാ പരീക്ഷ KSTയുടെ നേതൃത്വത്തിൽ 12 ഉപജില്ലകളിലും നടത്തി. ഓരോ ഉപജില്ലയിലെയും വ്യത്യസ്ത പരീക്ഷാ കേന്ദ്രങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. വൈകിട്ടോടെ റിസൾട്ട് പ്രഖ്യാപനവും നടത്തി. രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം ചവറ GHSൽ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. പല കുട്ടികളും വിദേശത്തെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ നല്ല യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് അടക്കമുള്ള കേംബ്രിഡ്ജ് അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോട് പഠിക്കുന്നുണ്ട്. അതെനിക്കറിയാമോ? അത് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. ഗവൺമെന്റ് സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ, സയൻസ് പഠിക്കുന്നവരൊക്കെ അവിടുത്തെ മത്സര പരീക്ഷകൾ പാസ്സായിട്ടുണ്ട്. സ്കോളർഷിപ്പോട് കൂടി പോകുന്ന നിരവധി കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ട്. അപ്പോൾ അവിടെ പോകുന്നതിന് രക്ഷകർത്താവിന് 20 ലക്ഷം രൂപയോ ബാങ്ക് ലോൺ എടുത്തോ ഒന്നുമല്ല. അവരുടെ അധ്വാനം കൊണ്ട് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതേപോലുള്ള സ്കോളർഷിപ്പ് പാസ്സായിക്കൊണ്ടാണ് അവരവിടെ പഠിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് VK ആദർശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം RV ശൈലേഷ് കുമാർ, ചവറ BPC കിഷോർ K കൊച്ചയ്യം, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KJ ജയശ്രീ, GS സരിത, S ഷൈൻകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജീവ് ചന്ദ്രൻ, ഉപജില്ലാ സെക്രട്ടറി ജോൺ ഫെർണാണ്ടസ്, ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി S രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വിജ്ഞാനം ആർജിക്കാനും വിവേകം വളർത്താനും സാമൂഹികമായ ചിന്ത ഉയർത്താനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് സ്കോളർഷിപ്പ് എഴുതിയ അനുഭവം സ്വാഭാവികമായും കടന്നു വരുന്നത് ആണ് കാണുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ KSTയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും LSS USS സ്കോളർഷിപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടുന്ന പരിശീലനവും. ന്യൂസ് ബ്യൂറോ, ചവറ. കായംകുളം 110 kV സബ്സ്റ്റേഷനിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ 11-ന് നടക്കും. ഇതിന്റെ ഭാഗമായി സബ്സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ 11 kV ഫീഡറുകളിലും വൈദ്യുതി മുടങ്ങും. ഓച്ചിറ 33 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 11 kV ഫീഡറുകളുടെ പരിധിയിലും വൈദ്യുതി മുടങ്ങും. കായംകുളം 110 kV സബ്സ്റ്റേഷനിലെ വാർഷിക അറ്റകുറ്റപ്പണികളാണ് ഈ മാസം 11-ന് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സബ്സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ 11 kV ഫീഡറുകളുടെയും ഓച്ചിറ 33 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 11 kV ഫീഡറുകളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലും 11-ന് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി തടസ്സപ്പെടും. കായംകുളം ടൗൺ, കൃഷ്ണപുരം, കൊപ്രാപുര സ്പിന്നിംഗ് മിൽ, കരിയിലക്കുളങ്ങര, എരുവ, മാവിലേത്ത്, പെരുമ്പള്ളി, മുതുകുളം, കണ്ടല്ലൂർ, ഹൈവേ, ചൂളത്തെരുവ്, അമൃത, ഓച്ചിറ ടൗൺ, ദേവികുളങ്ങര, അഴീക്കൽ, ക്ലാപ്പന, ചങ്ങൻകുളങ്ങര എന്നിവിടങ്ങളിലാണ് വൈദ്യുതി പൂർണ്ണമായോ ഭാഗികമായോ മുടങ്ങുക. കായംകുളം 110 kV സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
PS സുബാൽ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകി. അഞ്ചൽ, കൊച്ചുകുരുവിക്കോണത്തും ഏറും ജംഗ്ഷനിലുമായിരുന്നു സ്വീകരണം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 9-ന് അഞ്ചലിലെത്തും. ഇതിന്റെ പ്രചരണാർത്ഥം PS സുബാൽ MLA പുന്നൂർ മണ്ഡലത്തിൽ നയിക്കുന്ന ജാഥയ്ക്ക് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 2 കേന്ദ്രങ്ങളിൽ LDF സ്വീകരണം നൽകി. ആനുകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജു സുരേഷ് ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മണ്ഡലാടിസ്ഥാനത്തിലുള്ള ജാഥയാണ്, ആ ജാഥയെ സ്വീകരിക്കാനാണ് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ മണ്ഡലം ജാഥ സംഘടിപ്പിക്കുന്നത് തന്നെ സംസ്ഥാന ജാഥയുടെ പ്രചരണാർത്ഥമാണ്. LDFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 സംസ്ഥാന ജാഥകളാണ് നമ്മുടെ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ മേഖലാ ജാഥ നയിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് MP ഗോവിന്ദൻ മാസ്റ്റർ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി നിർവഹിച്ചു. കൊച്ചുകുരുവിക്കോണം ജംഗ്ഷനിലും ഏറം ജംഗ്ഷനിലുമാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. 100 കണക്കിന് പ്രവർത്തകരാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തത്. S ജയമോഹൻ, ജാഥ മാനേജർ ബിജു, ലിജു ജമാൽ, S സന്തോഷ്, D വിശ്വസേനൻ, അഡ്വക്കേറ്റ് ലെനു ജമാൽ, VS സതീഷ്, അഡ്വക്കേറ്റ് S സൂരജ്, രഞ്ജു സുരേഷ്, C ഹരി, അരുൺ ചന്ദ്രശേഖർ, അജാസ്, ലിജിഷ്, ഹാരിസ് കാര്യത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായ കോൺഗ്രസ് അംഗങ്ങൾക്ക് ആദരവ് നൽകി. കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലെ കോൺഗ്രസ് അംഗങ്ങളെയാണ് ആദരിച്ചത്. കരുനാഗപ്പള്ളി നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വിജയിച്ച ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. MP ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ഇല്ലല്ലോ. ഇത് 3 അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വലിയ കാര്യം. ഇത് 3ന്റെ കൂടെ 3 മാസം കഴിഞ്ഞാൽ അധികാരമുള്ളൊരു സംസ്ഥാന സർക്കാർ നമ്മുടെ കൂടെ. അത് നിങ്ങൾക്കൊന്നും കയ്യേ ഇല്ല, പൊങ്ങുന്നില്ലേ ഇത് പറയുമ്പോൾ പോലും? ഞാൻ ഫോണിൽ ഒരു തംസപ്പ് അടിക്കും ആ സമയത്ത്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ അനുകൂലമായ ഒരു കാലാവസ്ഥയിലോട്ട് നമ്മൾ പോവാണ്. കേരള സർക്കാർ, MLA, മുനിസിപ്പൽ ചെയർമാൻ, അപ്പം എല്ലാം കൂടി ഇത് നമുക്ക് ഗുണമുണ്ടാക്കാനല്ലല്ലോ, നാട്ടുകാർക്ക് ഗുണമുണ്ടാക്കാനാണ്, നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കാനാണ്. അപ്പോൾ നല്ല ഒരു പദ്ധതി 5 കൊല്ലക്കാലം ഇപ്പോഴിരുന്ന് ചിന്തിക്കണം. 5 കൊല്ലം കൊണ്ട് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 പ്രയോറിറ്റികൾ എന്നൊക്കെയാണ്. ആ പ്രയോറിറ്റികൾക്കനുസരിച്ച് നാടിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വാർഡിൽ പ്രശ്നം ഉണ്ടാവും. വാർഡുകളിലൊക്കെ തന്നെ അവിടുത്തെ കുടിവെള്ളമായാലും അവിടുത്തെ റോഡായാലും അവിടുത്തെ ഇലക്ട്രിസിറ്റി ആയാലും വാർഡ് മെമ്പർമാർക്കാണ് ഇതിന്റെയൊക്കെ തന്നെ ഒരു ഏറ്റവും വലിയ തലവേദന എടുക്കേണ്ടവർ. അപ്പോൾ അതെല്ലാം കൂട്ടായി ആലോചിച്ച് വാർഡിന്റെ വികസനവും പൊതുവായ വികസനവും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ബൃഹത്തായിട്ടുള്ള കർമ്മ പരിപാടി തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പനക്കുളങ്ങര സുരേഷ് അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. പിന്നീട് നമ്മുടെ കാലത്താണ് ആ പണിയുടെ ഓരോ ഘട്ടങ്ങളിലും ഇടപെട്ട് പണി വളരെ അതിവേഗത്തിൽ ആ പണി പൂർത്തീകരിച്ചു. ഇതിനോടൊപ്പം ടെൻഡർ ചെയ്ത കല്ലുംതാഴം പാലം പണി തുടങ്ങിയിട്ടില്ല. ഗുരുവായൂർ മേൽപ്പാലം പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ പണി പൂർത്തീകരിച്ചു. ഇപ്പൊ പാലം പണി കൊടുത്തു. വികസന പ്രവർത്തനം തുടർ പ്രവർത്തനമാണ്. നമ്മൾ സർക്കാരിനെ വികസന പ്രവർത്തനത്തിൽ സഹായിച്ചിട്ടുണ്ട്, കരുനാഗപ്പള്ളി സഹായിച്ചിട്ടുണ്ട്, നമ്മളത് നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷെ എല്ലാ നേട്ടങ്ങളും വരുമ്പോൾ അത് സർക്കാരിന്റെയും എല്ലാ കോട്ടങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഏത് റോഡ് തകർന്നാണ് ഇവിടെ എത്ര നാളായി പഞ്ചായത്ത് റോഡുകൾ തകർന്നു നടന്നിട്ട് ആര് ചെയ്യുന്നു? ഒരു കൊട്ട മെറ്റൽ ഏതെങ്കിലും പഞ്ചായത്ത് റോഡിൽ ചെയ്തിട്ടുണ്ടോ? MP സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദമായി കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് വേണ്ടുന്നത് നമുക്കൊരു ആത്മവിശ്വാസമാണ്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ധൈര്യത്തോടു കൂടി ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാനുള്ള ഇപ്പൊ ഇവരുടെ ആക്രമണം തന്നെ എനിക്ക് തന്നെ തോന്നിപ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ല. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, R ചന്ദ്രശേഖരൻ, R രാജശേഖരൻ, LK ശ്രീദേവി, ബിന്ദു ജയൻ, M അൻസാർ, അഡ്വക്കേറ്റ് KA ജവാദ, ചിറ്റുമൂല നാസർ, നജീബ, N അജയകുമാർ, അനൂപ, നഗരസഭാ ചെയർമാൻ സോമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയില്ല, സഹോദരങ്ങൾക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ കൊട്ടിയം തഴുത്തല സ്വദേശി രഞ്ജിത്ത് അറസ്റ്റിൽ. ഓടകൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. അഞ്ചലേരൂർ കാഞ്ഞിവയലിലാണ് സംഭവം. ഓടകളിലേക്കുള്ള പൈപ്പുകൾ നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശം.
പില്ലർ എലിവേറ്റഡ് ഹൈവേ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലേക്ക് നീട്ടണമെന്നാവശ്യം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സായാഹ്ന ധർണ. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.